എൻ്റെ ക്ലയൻറ്റ് ഫൈബറും സീഡ് ഓയിൽസും അവോയ്ഡ് ചെയ്തപ്പോൾ 4-5 വർഷത്തെ നെഞ്ചരിച്ചിലിൻ്റെ പ്രശ്നമാണ് ഒരാഴ്ച കൊണ്ട് മാറിയത്. ഈ ഒരാഴ്ച ക്ലയൻറ്റ് കഴിച്ചത് ഹെൽത്തി ഫാറ്റ്സും പ്രോട്ടീൻസും ആണ്. ഒരു മെയിൻ ഡിഫറൻസ് തോന്നിയിട്ടുള്ളത് എന്താ വെച്ചാൽ മറ്റുള്ള ഡയറ്റുകൾ എടുക്കുന്ന സമയത്ത് എനിക്ക് എന്ത് ഫുഡ് കഴിച്ചാലും എനിക്ക് നെഞ്ചരിച്ചിലും ഒരുമാതിരി വയറിലൊരു ബുദ്ധിമുട്ടാണ്. ഞാനങ്ങനെ ഓർക്കും ഹെൽത്തി ഫുഡ് കഴിച്ചിട്ടും ഇതാണല്ലോ അവസ്ഥ എന്നുള്ളത്. നമ്മൾ കഴിക്കുന്നതൊക്കെ ഹെൽത്തി ഫുഡ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ എന്നിട്ടും നെഞ്ചരിച്ചിലും ഉറങ്ങുമ്പോൾ എനിക്ക് അതാണ് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ. രാത്രിയിൽ ഇങ്ങനെ കുളിച്ചത് കേട്ടി വരും. അത് ആണ് എന്നെ ഉറക്കം കെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ. ഇതെന്നെ ബാധിച്ചിട്ടില്ല. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. വലിയ ഭാഗ്യമായിട്ട് തോന്നുന്നത് ഭയങ്കര വ്യത്യാസമാണ്. 5 വർഷങ്ങളായിട്ടുള്ളതാണ് എൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കിയ സമയത്ത് ഈ ഫുഡൊന്നും കഴിക്കുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഒന്നും 2-3 ദിവസമായിട്ട് ഒന്നും തോന്നുന്നില്ല. അതിലവർക്ക് 2 കിലോ ഫാറ്റ് ലോസും ഉണ്ടായി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊരു ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾക്ക് നെഞ്ചരിച്ചിൽ പോലെ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ ഫുഡ് നമുക്ക് ഓക്കെ അല്ല. ഈ പുല്ലും ഈ ഫൈബറും സംഭവങ്ങളൊക്കെ ശരിക്കും മൃഗങ്ങൾക്കും ജീവികൾക്കൊക്കെയാണ് പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ആവുള്ളൂ. നമ്മളത് കഴിക്കേണ്ട ആളുകളല്ല. ഒട്ടുമിക്ക സീഡ് ഓയിൽസും ഇപ്പോൾ കെമിക്കൽസ് ആഡ് ചെയ്തിട്ട് കെമിക്കൽസ് കൊണ്ട് നിർമ്മിക്കുന്നതാണ്. പല പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് വരുന്നതാണ്. അതും നമ്മളെ ബോഡിയിൽ ഡൈജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനത്തെ നമുക്ക് ഡൈജഷൻ പ്രോപ്പർ അല്ലാത്ത ഫുഡ് ഐറ്റംസ് നമ്മൾ കൊടുക്കുമ്പോഴാണ് ബോഡിയിൽ ഈ ഗ്യാസ്ട്രിക് ഇഷ്യൂസും നമ്മളെ ദഹന പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങുന്നത്.